ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്കാൻ വ്യൂ. ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കട്ടിംഗ് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഞാനിതാ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവ്സിൻ്റെ പാർട്ടാണ്. റഫിൾ സ്ലീവാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സ്ലീവാണ്. അത് ഇതുപോലത്തെ ഫാബ്രിക്സിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് നമ്മളിതുപോലെ മടക്കി അടിക്കുകയാണ്. നെറ്റിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് അങ്ങനെ തന്നെ കൊടുക്കാം. പക്ഷെ ഇതുപോലെ ജോർജറ്റോ അല്ലെങ്കിൽ ഷിഫോൺ പോലെയുള്ള തുണികളാണെങ്കിൽ നമ്മൾ മടക്കി അടിക്കണം. നമ്മൾ രണ്ട് സൈഡ് മടക്കി അടിച്ച ശേഷം ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ കട്ടിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോർജറ്റിൻ്റെ നേരെ താഴെ വയ്ക്കാൻ എനിക്ക് അതേ സെയിം കളറിലുള്ള സാറ്റിൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊരു സിൽക്കി ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് സൈഡിൽ കുറച്ചും കൂടി വിരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് 4 പീസ് വേണം നമുക്ക്. അതായത് ഫ്രണ്ടിലോട്ടും 2 സൈഡിലേക്ക് ജോയിൻ ചെയ്യാൻ വേണം, അതുപോലെ ബാക്ക് പീസിലും 2 സൈഡിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ 2 സൈഡിലും ജോയിൻ ചെയ്ത ശേഷം ഇതേപോലെ നമ്മളൊന്ന് ഇങ്ങനെ വിരിവ് കൂട്ടിയിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ 2 സൈഡിലും വെച്ച് കൊടുക്കണം. ബാക്ക് പീസിൻ്റെയും 2 സൈഡിൽ, ഫ്രണ്ട് പീസിൻ്റെയും 2 സൈഡിൽ നമ്മളിതുപോലെ നല്ല വശവും കൂടി ഇങ്ങനെ ചേർത്തിയിട്ടൊന്ന് ആ പീസിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ്ങിൻ്റെയും എക്സ്ട്രാ ഒന്ന് വേണമെങ്കിൽ ഇവിടെ വിരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ കോട്ടൺ ലൈനിങ് എനിക്ക് അത്യാവശ്യം വിട്ടുള്ളത് കിട്ടിയത് കൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. ഇത് കുറച്ച് വിട്ട് കുറവുള്ളൊരു ഫാബ്രിക്കാണ്, അതുകൊണ്ട് ഞാൻ സൈഡിൽ ഇത്തിരി ഇതുപോലെ ആഡ് ചെയ്യുകയാണേ. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ 2 ലൈനിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് വെക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ആ ഷൈനിങ് ആയിട്ടുള്ള സിൽക്കി മെറ്റീരിയൽ വെച്ചു, അതിൻ്റെ മേലെ നമ്മുടെ മെയിൻ ഫാബ്രിക് ആയിട്ടുള്ള ഷൈനിങ് ജോർജറ്റ് വെച്ചു. അതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ കോട്ടൺ ലൈനിങ് വെക്കുന്നത്. അപ്പോൾ കോട്ടൺ ലൈനിങ് ആണ് എക്സാക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചടിക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെക്കും അതേപോലെ തന്നെ നമ്മുടെ ആം ഹോളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ തെന്നി പോകാതിരിക്കാൻ നമുക്ക് പിന്നൊക്കെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നെക്കും അതേപോലെ തന്നെ ആം ഹോളും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുക, എന്നിട്ട് നോച്ചസ് ഇടുക, തിരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലൈനിങ് വെക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് ഉണ്ടല്ലോ, അത് ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ഇടയിൽ കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മളവിടെ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ഞാനിവിടെ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തതും അതുപോലെ നോച്ചസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തിരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നെക്കും ആം ഹോളും ഫിനിഷ് ചെയ്ത ശേഷം ഇതേപോലെ നമ്മളുടെ സ്ലീവ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഫിൾ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതിച്ചടിക്കാം. നെക്കും ആം ഹോളൊക്കെ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം എന്താണ്ടോ ഇതുപോലെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 5 ഇഞ്ച് കിട്ടിയാൽ നമുക്ക് കറക്റ്റാണ്. കാരണം നമ്മൾ എടുത്ത അളവ് 2.5 ഇഞ്ചാണ്. അപ്പോൾ സീം അലവൻസ് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോയപ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് ആ ഷോൾഡറിൻ്റെ അവിടെ വരേണ്ടത്. ഇനി നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നെക്കും അതേപോലെ തന്നെ ആം ഹോളും ആ ഒരു ഷോൾഡർ സ്ട്രാപ്പിൻ്റെ അവിടെയും. ഇനി നമുക്ക് സൈഡ്സ് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ സൈഡ്സ് ജോയിൻ ചെയ്യുക. അതുപോലെ ഷേപ്പ് ഏകദേശം വരുന്നത് 12 ഇഞ്ചസിലാണ്. 12 ഇഞ്ച് എത്തുമ്പോൾ നമുക്ക് 2 ബാക്കിലായിട്ട് ടൈ ചെയ്യാനുള്ള 2 വള്ളിയും കൂടി നമുക്കിതിലേക്ക്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ ഫ്രോക്കിൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഷേപ്പ് ലെങ്ത്തിൻ്റെ അതുവരെ മാത്രമാണ് നമ്മൾ എല്ലാ പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം രണ്ടാമത്തെ ആ ഷൈനിങ് സിൽക്കി മെറ്റീരിയൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കോട്ടൺ. അങ്ങനെ നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇതേപോലെ ചെയ്ത് കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് ഒന്ന് താഴെ മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോട്ടണും അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈനിങ്ങും നമുക്ക് അതേപോലെ തന്നെ മടക്കി അടിക്കാം. നമ്മുടെ മെയിൻ ഫാബ്രിക് ഞാൻ ഇതുപോലത്തെ ഒരു റോൾഡ് ഹെം ഫൂട്ട് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മളുടെ ഫൂട്ടറിൻ്റെ പ്ലേസിൽ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെസ്റ്റ് പോർഷനിൽ ഞാൻ കുറച്ച് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ലീവിൽ നിന്ന് താഴേക്ക് വരുന്ന പോലെ, ഒരു ഷോൾഡർ പോർഷനിൽ നിന്ന് താഴേക്ക് വരുന്ന പോലെ ഞാൻ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നത് വേറെ പാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബട്ടർഫ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. ഫോണിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഒരു ഷൈനിങ് മെറ്റീരിയലും കൂടിയാണ്, ഷൈനിങ് ജോർജറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്